എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ മാർച്ച് 1-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓരോ ദിവസവും ഏതൊക്കെ പരീക്ഷകളാണ് ഉള്ളത് എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. ഈ ഒരു ടൈം ടേബിളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ചാനൽ വഴി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിനേഷൻ തുടങ്ങുന്നത് മാർച്ച് 1-ാം തീയതി മുതലാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു എക്സാമിനേഷനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മികച്ച സ്കോർ എത്രത്തോളം വാങ്ങിക്കാനായിട്ട് സാധിക്കുമോ അത് നിങ്ങൾ വാങ്ങിക്കുക. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് +1 നിശ്ചിതമായിട്ട് അതായത് ജയിക്കാൻ ഇത്ര മാർക്ക് വേണം എന്നില്ല. അതായത് +1 ആരും പാസ്സാണ് എന്ന് പറയാറില്ല. കാരണം +1 ഒരു മിനിമം മാർക്ക് നേടുക എന്നുള്ളതാണ്. അപ്പോൾ മിനിമം മാർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 18 മാർക്കും അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 24 മാർക്കുമാണ് വാങ്ങിക്കേണ്ടത്. അതായത് TE എഴുത്തു പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കാണ് TE മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ TE എന്ന രീതിയിൽ നിങ്ങൾ 80-ൽ 24ഉം 60-ൽ 18 മാർക്കുമാണ് വാങ്ങിക്കേണ്ടത്. ഇതിൻ്റെ ഡബിൾ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് ലഭിച്ചു എന്ന് പറയാം. അതായത് 60-ൽ നിങ്ങൾക്ക് ഈ ഒരു 18 36 മാർക്ക്, അതായത് 2 വർഷത്തേക്ക് 36 മാർക്കാണ് TE മാർക്കായിട്ട് ജയിക്കാൻ വേണ്ടത്. അതുപോലെ തന്നെ 80-ലാണെങ്കിൽ 48 മാർക്കാണ് 2 വർഷത്തേക്ക്, അതായത് 24-ലും 48 മാർക്കാണ് ജയിക്കാനായിട്ട് 2 വർഷത്തേക്ക് കൂടി വേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ 2 വർഷത്തേക്കുള്ള മാർക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ എക്സാമിനേഷൻ അഥവാ മാർക്ക് കുറഞ്ഞു പോയാലും നിങ്ങൾക്ക് ജയിക്കുന്നതിനായിട്ട് കൂടുതൽ സാധ്യത നൽകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അതിനനുസരിച്ച് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വർഷത്തെ +1 സേ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ ഈ വർഷം സെപ്റ്റംബറിൽ ഉണ്ടായിരിക്കുന്നതല്ല. അതിന് പകരം 2025 മാർച്ചിലെ +1 പബ്ലിക് എക്സാമിനേഷനോടൊപ്പമായിരിക്കും ഈ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള +1 സേ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പരീക്ഷയിൽ മാക്സിമം അതായത് മിനിമം മാർക്ക് വാങ്ങിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് 24-ൽ കൂടുതലോ അല്ലെങ്കിൽ 18-ൽ കൂടുതലോ മാർക്ക്, അതായത് 60-ൽ 18-ൽ കൂടുതലോ മാർക്ക് വാങ്ങിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ വഴി ജയിക്കാം എന്നുള്ളൊരു ചിന്തയാണ് വെക്കുന്നതെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു +1 ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ നടത്തപ്പെടുക 2025-ലെ +1 പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പമായിരിക്കും. ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് +2 പരീക്ഷയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രണ്ടും പഠിച്ചിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ആ ഒരു രീതിയിൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഓരോ എക്സാമിനേഷൻ കഴിയുമ്പോഴും അതിൻ്റെ ആ ഒരു പേപ്പർ ചെക്ക് ചെയ്ത് എത്ര മാർക്ക് കിട്ടുമെന്നുള്ള ആ ഒരു നോക്കുന്ന രീതി ഒഴിവാക്കുക. കാരണം ഈ ഒരു ഓരോ എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എക്സാമിനേഷൻ, അതായത് പബ്ലിക് എക്സാമിനേഷന് ശേഷം ആ ഒരു പേപ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേതെങ്കിലും ആൻസേഴ്സ് നിങ്ങൾ എഴുതിയിട്ടില്ല അല്ലെങ്കിൽ എഴുതിയത് തെറ്റായിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ വരും. അപ്പോൾ അത് പിന്നീട് വരുന്ന എക്സാമിനേഷനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ ഈ ഒരു എക്സാമിനേഷൻ കഴിയുന്ന, അതായത് പബ്ലിക് എക്സാമിനേഷൻ കഴിയുന്ന സമയത്ത് ആ ഒരു ഏതൊക്കെ ആൻസേഴ്സ് എഴുതിയിട്ടില്ല എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓരോ ദിവസത്തെയും എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു 1-ാം തീയതി, അതായത് ഫെബ്രുവരി അല്ല, അതായത് ഈ ഒരു മാർച്ച് 1-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച മുതലാണ് എക്സാമിനേഷൻ നടത്തപ്പെടുക. ആദ്യം തന്നെ പാർട്ട് 2 ആയിട്ടുള്ള, അതായത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഉണ്ടാവുക. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ ഏതാണോ അതിനനുസരിച്ചാണ് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ആദ്യ ദിവസത്തിലുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്ത എക്സാമിനേഷൻ ചൊവ്വാഴ്ചയാണ് 5-ാം തീയതിയാണ് ഉണ്ടാവുക. അപ്പോൾ അന്ന് പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അടുത്ത എക്സാമിനേഷൻ 7-ാം തീയതി വ്യാഴാഴ്ചയാണ്. അപ്പോൾ അന്ന് കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, അതുപോലെ ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ്. അതുപോലെ തന്നെ 14-ാം തീയതി ആണ് അടുത്ത എക്സാമിനേഷൻ ഉണ്ടാവുക. 14-ാം തീയതി വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഒരാഴ്ചത്തെ ഗ്യാപ്പ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അന്നേ ദിവസം മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ തന്നെ സംസ്കൃത്, ശാസ്ത്ര, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ്. അതുപോലെ തന്നെ അടുത്ത എക്സാമിനേഷൻ 2 ദിവസം കഴിഞ്ഞ് ശനിയാഴ്ച, അതായത് 16-ാം തീയതിയാണ് ഉണ്ടാവുക. മാർച്ച് 16-ാം തീയതി എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റം എന്നിവയാണ് ആ ഒരു ദിവസം ഉണ്ടാകുന്ന എക്സാമിനേഷൻസ്. അതുപോലെ തന്നെ അതിനുശേഷം 19-ാം തീയതിയാണ് ഈ ഒരു എക്സാമിനേഷൻ ഉള്ളത്. അപ്പോൾ 19-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ജിയോഗ്രഫി, അതുപോലെ മ്യൂസിക്, സോഷ്യൽ വർക്ക്, അതുപോലെ തന്നെ ജിയോളജി, അതുപോലെ അക്കൗണ്ടൻസി എന്നിവയാണ്. അതുപോലെ തന്നെ
21 വ്യാഴാഴ്ചയുള്ള എക്സാമിനേഷൻ ഹോം സയൻസ്, ഗാന്ധി സ്റ്റഡീസ്, അതുപോലെ ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. അതുപോലെ 23 എക്സാമിനേഷൻ, അതായത് ശനിയാഴ്ചയുള്ള എക്സാമിനേഷൻ ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയാണ്. അതിനുശേഷമുള്ള എക്സാമിനേഷനാണ് 26 ഉള്ളത്. ബയോളജി, ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ സാംസ്കൃത്, സാഹിത്യ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ് ആ ഒരു ദിവസം എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാ എക്സാമിനേഷൻ രാവിലെയാണ് ഉണ്ടാവുക. അപ്പോൾ 9:30 മുതൽ 12:15 വരെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റുകൾ, പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകൾ ആണെങ്കിൽ 9:30 മുതൽ 11:45 വരെയും, ബയോളജി ആണെങ്കിൽ 9:30 മുതൽ 11:55 വരെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. കാരണം 25 മിനിറ്റ് വീതം, അതായത് ഏകദേശം 15 മിനിറ്റ് ഈ ഒരു ബോട്ടണിക്കും സുവോളജിക്കും എക്സ്ട്രാ ആയിട്ട് ആ ഒരു ടൈം ലഭിക്കുന്നതാണ്. അതായത് 15 10 മിനിറ്റ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു 2 എക്സാമിനേഷനാണ്, അതായത് ബോട്ടണിക്കും സുവോളജിക്കും 2 പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ബോട്ടണിക്കും സുവോളജിക്കല്ല, ബയോളജിക്ക് 2 പേപ്പേഴ്സാണുള്ളത്, ബോട്ടണി അതുപോലെ സുവോളജി എന്നിവ. അപ്പോൾ ഈ ഒരു 2 എക്സാമിനേഷൻ ഉള്ളത് കൊണ്ടാണ് അന്നേ ദിവസം 11:55 വരെ എക്സാമിനേഷൻ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമോ അതിനനുസരിച്ച് മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്നത്ര മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ